എന്തോടെ ബാക്കിൽ എന്തോടെ ഒട്ടിച്ചേക്കുന്നത്? എന്തത് നോക്കട്ടെ, എന്താ കീറിപ്പോയാ? ഇത് കീറിപ്പോയൊന്നും അല്ല, എന്താ ഒട്ടിച്ചേക്കുന്നത്? ഇതാണ് റബ്ബർ ഷീറ്റ്. നമ്മുടെ ഷീറ്റ് നമ്മള് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരെണ്ണം മേടിച്ച് നമ്മളെ റൂഫിന് ഷീറ്റ് അടിക്കാൻ വേണ്ടിട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പൊ ചെയ്തെടുത്തിരിക്കുന്ന സാധനം കാണിച്ചില്ല എന്തായാലും. ഇതിപ്പോ ഒരു ഷീറ്റിന് എന്തായാലും 110 റേഞ്ചില് വരുന്നത്. ഇത് സായിപ്പന്മാരുടെ ഒരു സാധനം ഉണ്ട്, അതിന് 10,000 രൂപ ഈ കാണുന്ന സാധനത്തിന്. ഇതാകുമ്പോ നമുക്കൊരു ജീൻസ് പാന്റും മതി, ഈ ഒരു ഷീറ്റും മതി. അത് മാത്രമല്ല, ഇത് മേളിൽ കയറിയിരുന്ന് വലിച്ചാലൊന്നും വരത്തില്ല, അത്രയും ഗ്രിപ്പായത് വരത്തില്ല. ഇനി ഒരു കാരണവശാൽ റോപ്പും വേണ്ട, ഗ്രിപ്പിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ചുറ്റിലതൊന്നും വേണ്ട. നിങ്ങൾ ഇത് ഒരെണ്ണം ചെയ്തു നോക്ക്. ഇത് നമ്മുടെ റബ്ബർ ഷീറ്റാണ്. ഇത് പിന്നെ ചെരുപ്പിനകത്ത് കട്ട് ചെയ്ത് ഒട്ടിച്ചിരിക്കുകയാണ്. മേളിൽ കയറുമ്പോൾ ചെരുപ്പിലെ പൊടി തട്ടി കളഞ്ഞു വേണം ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്ലിപ്പാവും, ഗ്രിപ്പ് കിട്ടത്തില്ല. അപ്പം നമ്മൾ അത് മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത്, ഇത് ഷീറ്റ് അടിക്കാൻ മാത്രം നിങ്ങളിത് ഉപയോഗിക്കണം. ഇതിന് നമുക്ക് വേണ്ട ഷീറ്റ് എന്ന് പറയുന്നത്, റബ്ബർ ഷീറ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള റബ്ബർ ഷീറ്റാണ്. ഇത് റബ്ബർ തോട്ടത്തിൽ നിന്നും അതിൻ്റെ പാലെടുത്ത ഒരു ഷീറ്റ് അടിക്കത്തില്ല, ഈ ഷീറ്റാണ് നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ വേണ്ടത്. മറ്റുള്ള ഷീറ്റുകൾ ഗ്രിപ്പ് കിട്ടത്തില്ല. അന്നേരം നിങ്ങൾ കിടന്നോ ഇരുന്നോ നിന്നോ എങ്ങനെ വേണമെങ്കിലും അടിക്കാം. പിന്നെ ഇതിനകത്ത് പറഞ്ഞാൽ കയറൊക്കെ വെച്ച് അടിക്കുമ്പോഴത്തേന് നമ്മുടെ കാലിൽ ഭയങ്കര ബലം കൊടുത്ത് അടിക്കുമ്പോഴത്തേന് മസിൽ കൊടുത്തും ഇതൊക്കെ മാറി കിട്ടും. ഇതാകുമ്പോൾ വലിയ സ്ട്രെയിൻ കൊടുത്തൊന്നും നമുക്ക് പണിയേണ്ട ആവശ്യമില്ല. വലിയ ബലം കൊടുത്ത് സ്ക്രൂ ചെയ്യാനും മസിൽ കൊടുത്തൊക്കെ ഒഴിവായി കിട്ടും. ഞങ്ങൾ ഇത് ഒരെണ്ണം ഉണ്ടാക്കി ചെയ്യുക. ഒരു 500 രൂപ ചിലവേ ഉള്ളൂ. ഷീറ്റിന് 110, പിന്നെ എൻ്റെ ഭാഷയ്ക്കെല്ലാം കൂടെ ഒരു 500 രൂപയ്ക്കകത്തുള്ള ചിലവേ ഉള്ളൂ. അപ്പം നിങ്ങൾ ചെയ്തു അഭിപ്രായം അറിയിക്കുക.